ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ TTP223 എന്നൊരു ടച്ച് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടച്ച് സെൻസ്ഡ് സ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആർഡുയിനോടെയോ അതോ മറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെയോ ഒന്നും ഒരാവശ്യവും ഇതിന് വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ഒരു ടച്ച് സ്വിച്ച് ഉണ്ടാക്കിയായിരുന്നു, അത് MOSFET ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു റെഡ് വയർ എടുത്തിട്ട് ഈ സെൻസറിൻ്റെ VCC പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ IO പിന്നിലോട്ട് ഒരു വയർ കണക്ട് ചെയ്യാം. ഒരു പച്ച വയർ GND ആയിട്ടും കണക്ട് ചെയ്യാം. കണക്ഷൻസ് എല്ലാം കഴിയുമ്പോൾ ഈ സെൻസർ കാണാൻ ഇങ്ങനെ ഉണ്ടാകും. ഇനി ഒരു റെഡ് LED എടുത്തിട്ട് അതിൻ്റെ പോസിറ്റീവ് പിൻ ഇങ്ങനെ കുറച്ച് മുറിച്ച് കളയാം. എന്നിട്ട് അവിടെ ഒരു 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് വെക്കാം. ടച്ച് സെൻസറിൻ്റെ IO പിന്നിൽ നിന്നും വരുന്ന വയർ റെസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി ഒരു ഗ്രീൻ വയർ LEDയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ആ രണ്ട് ഗ്രീൻ വയറുകളും നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഇനി റെഡ് വയർ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. ഗ്രീൻ വയർ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ വർക്കിംഗ് നമുക്കിനി നോക്കാം. അപ്പോൾ ഇവിടെ സെൻസറിന്റെ അടുത്ത് വിരൽ കൊണ്ടുവരുമ്പോൾ LED തെളിയുന്നുണ്ട്. അതേപോലെ തന്നെ വിരൽ മാറ്റുമ്പോൾ LED ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു സ്വിച്ച് ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ LED ഓൺ ആകണം, പിന്നെ ഒന്നുകൂടെ ടച്ച് ചെയ്യുമ്പോൾ LED ഓഫ് ആകണം. അപ്പോൾ അതിനൊരു ചെറിയ ചേഞ്ച് ഇവിടെ വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിൻ്റെ ആ സെൻസറിൻ്റെ അവിടെ A, B എന്നിങ്ങനെ രണ്ട് പാർട്ടുകൾ കാണാവുന്നതാണ്. അപ്പോൾ രണ്ടിലും 2 പോയിന്റുകൾ വീതമുണ്ട്. ആ Bയിലെ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചുകൊണ്ട് അത് തമ്മിൽ കണക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ B പോയിന്റിലെ 2 പോയിന്റുകൾ നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ LED ഓൺ ആകുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്നുകൂടി ടച്ച് ചെയ്യുമ്പോൾ LED ഓഫ് ആകുന്നുമുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇതിവിടെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ അടുത്തോട്ട് വിരൽ കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഓൺ ആകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ അതിന്റെ വാല്യൂസ് മാറ്റുന്നതനുസരിച്ച് ഇതിന്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബ്രൈറ്റ്നസ് ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഞാനിവിടെ ഇതിന്റെ ആ റെസിസ്റ്റർ ഒന്ന് മാറ്റി LED ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ഡിവൈസിനെയും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റിലേ ആവശ്യമാണ്. അപ്പോൾ ഇതിന്റെ അവിടെ നിന്നും വരുന്ന വോൾട്ടേജ് എത്രയുണ്ടോ ചെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ മൾട്ടിമീറ്റർ ഒന്ന് യൂസ് ചെയ്തു. അപ്പോൾ വോൾട്ടേജ് ഏകദേശം 3.9 വോൾട്ട് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ 5 വോൾട്ട് റിലേ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3.9 വോൾട്ട് പോരാ. അപ്പോൾ നമുക്കൊരു റിലേ മോഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അഥവാ ഇനി ഒരു റിലേ മോഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു റെഡ് LED എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിന്റെ ലെഗുകൾ മടക്കിയെടുക്കുക. അപ്പോൾ ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരു 100 ഓമിന്റെ റെസിസ്റ്റർ എടുത്തിട്ട് LEDയുടെ നെഗറ്റീവ് പിന്നുമായിട്ട് അത് കണക്ട് ചെയ്യാം. ഇനി ഒരു BC 547 ട്രാൻസിസ്റ്റർ എടുത്തിട്ട് അതിന്റെ ലെഗുകൾ ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ട്രാൻസിസ്റ്ററിന്റെ മൂന്നാമത്തെ പിന്ന് റെസിസ്റ്റർ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിന്റെ സെക്കൻഡ് പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ റെസിസ്റ്ററിന് അതിന്റെ അടിയിലത്തെ റെസിസ്റ്ററുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, അതവിടെ ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. ഒരു 100 ഓമിന്റെ റെസിസ്റ്റർ എടുത്തിട്ട് LEDയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യാം. ഇതൊരു ലൈറ്റ് ഗ്രീൻ LED ആണ്. അതിന്റെ ലെഗുകൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിന്റെ നെഗറ്റീവ് ട്രാൻസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യാം. പോസിറ്റീവ് മുകളിലത്തെ റെസിസ്റ്റർ ആയിട്ടും കണക്ട് ചെയ്യാം. ഇതൊരു IN4007 ഡയോഡാണ്. അത് LEDയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യാം. ഡയോഡിന്റെ ഈ സൈഡ് റെസിസ്റ്ററിന്റെ ഈ സൈഡുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഡയോഡിന്റെ 2 സൈഡിൽ നിന്നും ഓരോ വയർ എടുത്തിട്ട് അത് റിലേയുടെ 2 സൈഡുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഒരു റെഡ് വയർ ഡയോഡിന്റെ വൈറ്റ് വരെയുള്ള സ്ഥലത്ത് കണക്ട് ചെയ്യാം. ഇനി ഒരു ഗ്രീൻ വയർ റെസിസ്റ്ററിന്റെ ഈ പിന്നുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഈ റെസിസ്റ്ററിന്റെ അവിടെ നിന്നും ഒരു വയർ കണക്ഷൻ കൂടി എടുക്കുക. 9 വോൾട്ട് ബാറ്ററി ക്യാപ്പിന്റെ പോസിറ്റീവ് ഈ സർക്യൂട്ടിന്റെ റെഡ് വയറായിട്ട് കണക്ട് ചെയ്യാം. നെഗറ്റീവ് ഗ്രീൻ വയറായിട്ടും കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ റെഡിയാക്കി എടുത്ത സർക്യൂട്ടിൽ നിന്നും ഒരു പർപ്പിൾ വയർ എടുത്തിട്ട് ഫസ്റ്റ് സർക്യൂട്ടിന്റെ പർപ്പിൾ വയറായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഈ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് വയർ ഫസ്റ്റ് സർക്യൂട്ടിന്റെ ഗ്രീൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് AC കറണ്ടിൽ കൊടുക്കുന്ന വയർ എടുത്തിട്ട് അത് റിലേയുടെ ഈ 2 പോയിന്റുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ സിമ്പിളായിട്ടൊരു വയർ ബൾബുമായിട്ട് കണക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഈ വയർ കൊണ്ടുപോയി നേരെ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ബൾബ് തെളിയും. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ്റെ അകത്ത് നിന്നും അതിലേതെങ്കിലും ഒരു വയർ 2ആയിട്ട് നമ്മൾ മുറിക്കും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും സ്വിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്കും ബൾബ് തെളിയും. അപ്പോൾ ആ 2 വയറുകളാണ് നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഈ റിലേയിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്ത ഈ സിമ്പിളായിട്ടുള്ള ടച്ച് സ്വിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെബിൻ പീറ്റർ സൈനിങ് ഓഫ്.